ജനുവരി 6 വിശുദ്ധ ആൻഡ്രിയ കോർസീനി. വിശുദ്ധ ആൻഡ്രൂ കോർസീനി ഫ്ലോറൻസിലെ കോർസീനി എന്ന പ്രഭു കുടുംബത്തിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജനിച്ചു. നിക്കോളാസ് കോർസീനിയുടെയും ഡെമ്മയുടെയും 12 മക്കളിൽ ഒരാളായിരുന്നു ആൻഡ്രൂ. 14-ാമത്തെ വയസ്സുവരെ അദ്ദേഹം ഒരു താന്തോന്നിയായിട്ടാണ് ജീവിച്ചത്. ഒരു ദിവസം ആൻഡ്രൂവിൻ്റെ അമ്മ തനിക്കുണ്ടായ ഒരു സ്വപ്നം മകനോട് വിവരിച്ചു. താൻ ഒരു ചെന്നായ്ക്കുട്ടിയെ പ്രസവിച്ചതായും അത് ഒരു ദിവസം ദേവാലയത്തിലേക്ക് ഓടിക്കയറിയതായും അല്പസമയം കഴിഞ്ഞ് അത് ഒരു ആട്ടിൻകുട്ടിയായി പുറത്തു വന്നതായും താൻ സ്വപ്നത്തിൽ കണ്ടുവെന്ന് ആ അമ്മ മകനോട് പറഞ്ഞു. ഈ സ്വപ്നം തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയ ആൻഡ്രൂ തൻ്റെ വഴിപിഴച്ച ജീവിതത്തെപ്പറ്റി അനുദവിക്കുകയും നേരായ മാർഗത്തിലൂടെ ഇനി ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 16-ാമത്തെ വയസ്സിൽ ആൻഡ്രൂ കർമ്മല സഭയിൽ ചേർന്ന് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. 1348-ൽ ടൊസ്കാന പ്രൊവിൻസിന്റെ സുപ്പീരിയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1349 ഒക്ടോബർ 13-ാം തീയതി ക്ലെമന്റ് 6-ാമൻ മാർപ്പാപ്പ ഫാദർ ആൻഡ്രൂവിനെ ഫീസോളി രൂപതയുടെ മെത്രാനായി നിയമിച്ചു. മെത്രാൻ സ്ഥാനം ഇഷ്ടമില്ലാതിരുന്ന അദ്ദേഹം അത് സ്വീകരിക്കാതെ കുറേ നാൾ ഒളിവിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് തനിക്കുണ്ടായ ഒരു ദർശനത്തിന്റെ ഫലമായി അത് സ്വീകരിച്ചു. മെത്രാൻ സ്ഥാനം വഹിച്ചിരുന്നപ്പോൾ പോലും എത്രയും ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതശൈലി. താപസികതയെ സ്നേഹിച്ചിരുന്ന ആൻഡ്രൂ മെത്രാനായപ്പോഴും കർമ്മലീത്ത വസ്ത്രത്തിനും രോമച്ചട്ടയ്ക്കുമൊപ്പം അരയിലൊരു ഇരുമ്പ് ചട്ടയും ധരിച്ചിരുന്നു. മുൻഗാമികളുടെ രീതിയിൽ നിന്ന് മാറി തൻ്റെ അജഗണങ്ങളോട് കൂടുതൽ അടുത്തായിരിക്കുന്നതിനു വേണ്ടി കാലപ്പഴക്കം വന്ന കത്തീഡ്രൽ പള്ളിക്ക് സമീപമുള്ള അരമനയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അത്യാവശ്യ വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. തൻ്റെ ജോലിക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തി. ഇവരോടും 2 കർമ്മലീത്തരോടുമൊപ്പം ആശ്രമസമാനമായ ജീവിതം നയിച്ചു. വരവ് ചെലവ് കണക്കുകളെല്ലാം കൃത്യമായി അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു. മെത്രാൻ എന്ന നിലയിൽ സ്നേഹത്തിൻ്റെയും അപ്പസ്തോലിക തീക്ഷ്ണതയുടെയും വിവേകത്തിൻ്റെയും പാവങ്ങളോടുള്ള കരുതലിൻ്റെയും വിസ്മയനീയമായ മാതൃകയായാണ് തിരുസഭ വിശുദ്ധ ആൻഡ്രൂവിനെ അവതരിപ്പിക്കുന്നത്. കാനോനിക സന്ദർശനങ്ങളിലൂടെ തൻ്റെ രൂപതയിലെ സാഹചര്യങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. വഴിതെറ്റുന്ന പുരോഹിതർക്ക് തിരുത്തലും ശിക്ഷണവും നൽകി. 1372-ൽ പുരോഹിതരുടെ ഒരു സഖ്യം അദ്ദേഹം സ്ഥാപിച്ചു. ഇതിൽ അംഗങ്ങളായ പുരോഹിതർ തങ്ങളുടെ മാതൃകയും പ്രവർത്തനങ്ങളും വഴി വൈദികാർത്ഥികൾക്ക് ശാസ്ത്രീയവും ധാർമ്മികവുമായ രൂപീകരണം നൽകേണ്ടവരായിരുന്നു. ഭാവിയിൽ മെച്ചപ്പെട്ട പുരോഹിതരുണ്ടാകണം എന്ന മെത്രാന്റെ ആഗ്രഹമായിരുന്നു ഇതിനു പിന്നിൽ. തൻ്റെ വചന പ്രഘോഷണങ്ങളിലൂടെ അജഗണങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് അത്യധികം ഉത്സാഹമായിരുന്നു. പാവങ്ങളുടെ പിതാവും ഭരണാധികാരിയുമെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പാവപ്പെട്ടവർക്കുള്ള ശുശ്രൂഷകൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. 1348-49 കാലത്തെ പ്ലേഗിന് ശേഷമുള്ള കഷ്ടതയുടെ നാളുകളിൽ രൂപതയിലെ പാവപ്പെട്ടവർ മെത്രാന്റെ പരിഗണനയാൽ സ്വസ്ഥത അനുഭവിച്ചിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. രോഗികൾക്കും തീർത്ഥാടകർക്കും ദാനധർമ്മം എത്തിക്കുന്നതിലും അദ്ദേഹത്തിന് അതീവ ശ്രദ്ധയുണ്ടായിരുന്നു. അവർക്കായുള്ള സാധുക്ഷേമനിധി സജീവമാക്കുകയും രോഗികൾക്കും തീർത്ഥാടകർക്കുമായി നീക്കിവെച്ചിരിക്കുന്ന തുക അതത് ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കത്തീഡ്രലും രൂപതയിലെ മറ്റു ദൈവാലയങ്ങളും പുതുക്കിപ്പണിത് പാവനമായി സൂക്ഷിക്കുന്നതിലും കോർസീനി പിതാവിന്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞു. ബിഷപ്പ് കോർസീനി നലം തികഞ്ഞ ഒരു വാഗ്മി കൂടിയായിരുന്നു. ഉദാത്തമായ ജീവിതവും പ്രഭാഷണവും വഴി ധന്യമാക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം സാധുമക്കളോട് കാണിച്ചിരുന്ന ദീനാനുകമ്പയും ഉദാര മനസ്ഥിതിയും ദൈവജനത്തിന്റെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആൻകോറസസ് ഓഫ് സെയിന്റ് മേരി ഓഫ് ദ ഫ്ലവർ എന്ന സന്യാസിനി സമൂഹവും അദ്ദേഹം സ്ഥാപിച്ചു. കർമ്മലീത്ത ആശ്രമത്തിലെ ഉപയോഗത്തിനായി പല വിഷയങ്ങളെ സംബന്ധിച്ച 24 ഗ്രന്ഥങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. സഭയ്ക്കുള്ളിലും വ്യക്തികൾ തമ്മിലുമുള്ള അനേകം തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ വിശുദ്ധ ആൻഡ്രൂ മധ്യസ്ഥനായിട്ടുണ്ട്. ബൊളോഞ്ഞയിൽ പ്രഭുക്കന്മാരും സാധാരണ ജനങ്ങളും തമ്മിലുണ്ടായ രൂക്ഷമായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് പരിശുദ്ധ സിംഹാസനം ബിഷപ്പ് കോർസീനിയെയാണ് നിയോഗിച്ചത്. മധ്യസ്ഥ സഹായം ലഭിക്കുന്നതിനായി വിദൂരങ്ങളിൽ നിന്ന് പോലും അനേകർ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. തീക്ഷ്ണമതിയായ ഈ മെത്രാൻ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് 1374 ജനുവരി 6-ന് നിത്യസമ്മാനത്തിനായി യാത്രയായി. ഫീസോളിയിൽ അദ്ദേഹത്തിന്റെ ശരീരം ആദ്യം അടക്കിയെങ്കിലും പിന്നീട് കർമ്മലീത്തർ അത് ഫ്ലോറൻസിൽ കൊണ്ടുപോയി ആഘോഷമായി സംസ്കരിച്ചു. വളരെ മനോഹരമായ ഒരു സ്മാരകവും അവിടെ നിർമ്മിക്കപ്പെട്ടു. 1771-ലെ അഗ്നിബാധയിൽ സ്മാരകം നശിച്ചെങ്കിലും കോർസീനിയുടെ അഴുകാത്ത ശരീരം കേടുകൂടാതെ രക്ഷിക്കപ്പെട്ടു.
അദ്ദേഹം മരിച്ചത് ഒരു എപ്പിഫനി തിരുനാൾ ദിവസമായതിനാൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ജനുവരി 9-ാം തീയതിയും ആണ് ആഘോഷിക്കുക. വിശുദ്ധ ആൻഡ്രൂ കൊർസീനിയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമുക്കും യാചിക്കാം.